ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു, പക്ഷേ അത് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇന്നൊന്നും കൂടി എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ തുടങ്ങുന്നത് ഇതിലുള്ള NCERTയിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യത കൂടിയ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കണും അത് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു പേരാണ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയോടൈഡ് ചെയിൻ എന്നറിയപ്പെടുന്നത്. ഈ പോളി ന്യൂക്ലിയോടൈഡ് ചെയിനിൽ വരുന്നത് രണ്ട് ആൾക്കാരാണ് വരുന്നത്, DNA-യും അതുപോലെ തന്നെ RNA-യും. DNA-യും RNA-യും. DNA-യുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA-യുടെ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിൻ്റെ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഒരു പോളിമറാണ്. ഇവരുടെ മോണോമറിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് അതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, മോണോമർ എന്ന് പറയുന്നത്. നമ്മൾ ഈ മോണോമറിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ DNA-യുടെ മോണോമർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് എന്ന് ഇതിനറിയപ്പെടുന്നു. ഇതിന് ന്യൂക്ലിയോടൈഡ് എന്ന് തന്നെയാണ് സിമ്പിൾ പറയുന്നത്. ഇനി DNA-യുടെ പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലാണ്. ജനറ്റിക് മെറ്റീരിയലാണ് DNA എന്ന് അറിയപ്പെടുന്നത്. പിന്നെ DNA-യുടെ വേറൊരു പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ജനറ്റിക് മെറ്റീരിയൽ ഇൻ മെജോറിറ്റി ഓർഗാനിസത്തിലും ഇത് ജനറ്റിക് മെറ്റീരിയലായിട്ട് കാണപ്പെടുന്ന ഒരാളാണ് DNA എന്ന് പറയുന്നത്. RNA എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയലായിട്ട് ചില വൈറസസിൽ മാത്രമാണ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടൊബാക്കോ മൊസൈക്ക് വൈറസ്, QB ഫേജസ്, ഇവരിലൊക്കെയാണ് RNA ജനറ്റിക് മെറ്റീരിയലായിട്ട് വരുന്നത്. ഇവർ മോസ്റ്റ്ലി ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇവർ മെസഞ്ചർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവർ അഡാപ്റ്ററായിട്ടും സ്ട്രക്ചറലായിട്ടും പിന്നെ കാറ്റലിറ്റിക് ആയിട്ടും ഇവർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ആദ്യത്തെ പോർഷനിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ന്യൂക്ലിയോടൈഡിനെ പറ്റി പറഞ്ഞല്ലോ. ന്യൂക്ലിയോടൈഡിനെ പറ്റി നമുക്ക് ഡിഫൈൻ ചെയ്ത് പഠിക്കാം. ന്യൂക്ലിയോടൈഡിൽ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, പിന്നെ ഒരു പെൻറ്റോ ഷുഗർ ഉണ്ട്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നൈട്രോജനസ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഷുഗേഴ്സിനെ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളിട്ട് വരയ്ക്കാം. ഇത് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. നൈട്രോജനസ് ബേസ് എന്ന് പറയുന്നത് ഷുഗറിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബോണ്ടിൻ്റെ സഹായത്തോടെയാണ്. ആ ബോണ്ടിനെ പറയുന്ന പേരാണ് N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നറിയപ്പെടുന്നത്. N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് ആ ബോണ്ടിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഷുഗർ ഫോസ്ഫേറ്റിലോട്ട് അറ്റാച്ച് ചെയ്യുന്നൊരു ബോണ്ടുണ്ട്, അതിനെയാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് തന്നെ അറിയപ്പെടുന്നത്. ഇനി നൈട്രോജനസ് ബേസ് എന്ന് പറയുന്നത് മെയിൻലി രണ്ട് തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്യൂരീൻ എന്ന് അറിയപ്പെടുന്നു, അടുത്തതെന്ന് പറയുന്നത് പിരമിഡീൻ എന്നറിയപ്പെടുന്നു. പ്യൂരീനിൽ വരുന്നത് ഗോണിനും അഡിനുമാണ് പ്യൂരീനിൽ വരുന്നത്. പിരമിഡീനിൽ വരുന്നത് കട്ടാണ് വരുന്നത്. ഇങ്ങനെ കട്ടെന്ന് ആലോചിച്ചാൽ സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ. ഇനി നമ്മുടെ ഈ ഒരു ഷുഗർ എന്ന് പറയുന്നത് പെൻറ്റോ ഷുഗറാണ്. ഷുഗർ എന്ന് പറയുന്നത് അതിൽ DNA-യിലാണെങ്കിൽ ആ ഷുഗറിനെ പറയുന്ന പേരാണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. RNA-യിലാണെങ്കിൽ ആ ഒരു ഷുഗറിനെ പറയുന്ന പേരാണ് റൈബോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നൈട്രജൻ ബേസ് പറഞ്ഞല്ലോ, ഇതിൽ തൈമിൻ എന്ന് പറയുന്നത് DNA-യിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഇനി യുറാസിൽ എന്ന് പറയുന്നത് RNA-യിൽ മാത്രമാണ് കാണപ്പെടുന്നത്. സൈറ്റോസിൻ എന്ന് പറയുന്നത് DNA-യിലും RNA-യിലും കാണപ്പെടുന്നവരാണ് സൈറ്റോസിൻ എന്നറിയപ്പെടുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവർ രണ്ടിലും കാണുന്നവരാണ് സൈറ്റോസിൻ എന്ന് പറയുന്നത്.
പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു പോളിന്യൂക്ലിയേറ്റഡ് ചെയിൻ എടുക്കുമ്പോൾ അതിൻ്റെ 5' എൻഡ് ഉണ്ട്, ഒരു 3' എൻഡ് ഉണ്ട്. 5' ഫ്രീ ഫോസ്ഫേറ്റ് മോയിറ്റി ആണുള്ളത്, ഫ്രീ ഫോസ്ഫേറ്റ് മോയിറ്റി ആണ്. ഇവിടെ ഫ്രീ OH മോയിറ്റി ആണ് എൻ്റെ 3' ഉള്ളത്. ഇനി നമ്മളൊരു പോളിന്യൂക്ലിയേറ്റഡ് ചെയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ DNA മോളിക്യൂൾ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ബാക്ക് ബോൺ എന്ന് അറിയപ്പെടുന്നത് ഷുഗറും ഫോസ്ഫേറ്റുമാണ്. ഷുഗറും ഫോസ്ഫേറ്റുമാണ് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഷുഗറിനെയും അതുപോലെ തന്നെ നൈട്രോജനസ് ബേസിനെയും കൊണ്ട് ചേർത്ത് പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ് എന്നറിയപ്പെടുന്നത്. അത് അഡിനോസിനുണ്ട്, ഡിയോക്സി അഡിനോസിനുണ്ട്, ഡിയോക്സി ഗോനോസിൻ, സൈറ്റിഡീൻ, ഡിയോക്സി സൈറ്റിഡീൻ, യൂറിഡീൻ, ഡിയോക്സി തൈമിഡീൻ, ഇതൊക്കെയാണ് പല ന്യൂക്ലിയോസൈഡിൻ്റെ പേരെന്ന് പറയുന്നത്. സോ ഈ പേരെന്ന് പറയുന്നത് ആ ഷുഗറിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ പേരിടുന്നത്. സോ ഇതൊക്കെയാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റോട് പഠിക്കാം. സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് DNA പറ്റിയാണ്. RNA പറ്റിയാണ്. സോ RNAക്കാണെങ്കിൽ അവരുടെ ഷുഗറിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു അഡീഷണൽ OH ഗ്രൂപ്പ് ഉണ്ട്. ഒരു അഡീഷണൽ OH ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു അഡീഷണൽ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് RNAനെ ഭയങ്കര റിയാക്റ്റീവ് ആക്കി മാറ്റുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു OH ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി 5-methyl യുറാസിലിനെ പറയുന്ന പേരാണ് തൈമിൻ എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, 5 മണിക്ക് ഉണ്ടാക്കിയ തൈര് എന്ന് പഠിച്ചാൽ മതി. സോ 5-methyl യുറാസിൽ തൈമിനാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. ഇനി നമുക്ക് DNA പറ്റി പഠിക്കാം. സോ DNA പറ്റി പറയുമ്പോൾ DNA എന്ന് പറയുന്നത് ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. DNA എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഇത് കണ്ടുപിടിച്ചത് ഫെറഡിക് മീഷർ എന്ന് പറയുന്ന ഒരാളാണ് കണ്ടുപിടിച്ചത്. ഫെഡറിക് മീഷർ എന്ന് പറയുന്ന ഒരാളാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം 1869 കണ്ടുപിടിച്ചത്. വർഷം ചിലപ്പോൾ ചോദിക്കും, ആളെയും ചോദിക്കും, അതിൻ്റെ ക്യാരക്ടർ എല്ലാം ചോദിക്കും. സോ എന്താണ്, അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ഫെറഡിക് മീഷറാണ് കണ്ടുപിടിച്ചത് 1869. ഇദ്ദേഹം ഇതിന് പേര് ന്യൂക്ലിയസിൻ്റെ അകത്താണ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ന്യൂക്ലിയൻ എന്നാണ് അദ്ദേഹം അതിന് പേര് കൊടുത്തത്, ന്യൂക്ലിയൻ. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് 1953 വാട്സണും അതുപോലെ തന്നെ ക്രിക്കും കൂടെ ചേർന്നിട്ട് ഒരു DNA മോഡൽ കൊണ്ടുവന്നു. അതിനാണ് ഡബിൾ ഹെലിക് മോഡൽ എന്നറിയപ്പെടുന്നത് കൊണ്ടുവന്നു. സോ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് വെച്ചാൽ രണ്ട് ആൾക്കാരെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. വിൽക്കിൻസിൻ്റെയും അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ചേർന്നുള്ള DNAയുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ചാർഗാഫ് റൂളാണ്. സോ ചാർഗാഫ് റൂൾ പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു DNA കേസിൽ, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മോളിക്യൂളിൻ്റെ കേസിൽ അവിടെ അഡിനിൻ്റെയും തൈമിൻ്റെയും റേഷ്യോയും ഗോണിൻ്റെയും സൈറ്റോസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 1 എന്നാണ് പറയുന്നത്. സോ എന്താണ് ഇതിന് മനസ്സിലാവുന്നത് വെച്ചാൽ അഡിനിന് ഓപ്പോസിറ്റ് എപ്പോഴും തൈമിനെ വരുള്ളൂ, തൈമിന് ഓപ്പോസിറ്റ് അഡിനും, ഗോണിന് ഓപ്പോസിറ്റ് സൈറ്റോസിൻ്റെ ഓപ്പോസിറ്റ് ഗോണിന് മാത്രമേ വരുള്ളൂ. ഇനി നമുക്ക് രണ്ട് സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ രണ്ട് സ്റ്റാൻഡും പരസ്പരം കോംപ്ലിമെൻ്ററി ആണ്. അതായത് ഇപ്പോൾ ഇവിടെ അഡിനാണ് വരുന്നത്, ഇവിടെ തൈമിനെ വരുള്ളൂ. ഇവിടെ തൈമിനാണ് വരുന്നത്, ഇവിടെ അഡിനെ വരുള്ളൂ. ഇവിടെ ഗോനാണെങ്കിൽ ഇവിടെ സൈറ്റോസിനാണെങ്കിൽ ഇവിടെ ഗോന്. അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റാരിറ്റി എപ്പോഴും ഒരു കീപ്പ് ചെയ്യുന്നതാണ്. ഇനി രണ്ട് സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവർ രണ്ടും ആൻറ്റിപയലാണ്. ഒന്ന് 3' 5' ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് 5' 3' ആയിരിക്കും ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ പ്യൂരിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും പിരമിഡിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും പ്യൂരിനെ വരുള്ളൂ ബേസ് പെയറിൽ. ഓക്കെ. സോ അങ്ങനെ വരുന്നതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സ്റ്റാൻഡിൻ്റെ ഇടയിലുള്ള യൂണിഫോം ഡിസ്റ്റൻസ് എപ്പോഴും ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ കഴിയും. ഇനി ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റാൻഡും കോയിൽ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ഫാഷനിലാണ് അവർ കോയിൽ ചെയ്യുന്നത്.
അപ്പം അതുകൊണ്ടുള്ള ഇവർ കോയിൽ ചെയ്യില്ല, റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് കോയിൽ ചെയ്യുന്നത്. സോ ഇവരുടെ ഒരു ടേൺ അല്ലെങ്കിൽ ഒരു പിച്ച് അല്ലെങ്കിൽ ഒരു ഗിയർ എന്ന് പറയുന്നത് അതിൽ 10 ബേസ് പെയറാണ് വരുന്നത്. സോ ഇതിൻ്റെ ഫുൾ ലെങ്ത് പറയുകയാണെങ്കിൽ ഈ 10 ബേസ് പെയറിൻ്റെ കൂടെ ലെങ്ത് പറയുകയാണെങ്കിൽ 3.4 നാനോമീറ്റർ ആണ്. സോ അപ്പോൾ ഓരോ ബേസ് പെയറിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ബേസ് പെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ് ഓരോ ബേസ് പെയറിൻ്റെ ഇടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവരെന്ന് പറയുന്നത് ഒരു ടേൺ കറങ്ങുമ്പോൾ ഇവർ ടോട്ടൽ 360 ഡിഗ്രിയാണ് കറങ്ങുന്നത്. സോ ഓരോ സ്റ്റെപ്പ് മുകളിലോട്ട് പോകുമ്പോഴും ഓരോ ബേസ് പെയർ മുകളിലോട്ട് പോകുമ്പോഴും 36 ഡിഗ്രി വെച്ച് ഇവർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു 10 ബേസ് പെയർ കഴിയുമ്പോൾ 360 ഡിഗ്രി ഇവർ ടോട്ടൽ കറങ്ങി കഴിയും. അതാണ് അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഇവരാണെങ്കിൽ ഒരു ബേസ് പെയറിൻ്റെ ഇതിപ്പോൾ ഒരു DNA മോളിക്കൂളാണെന്ന് വിചാരിച്ചോ, ഇതൊരു ബേസ് പെയർ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഒരു ബേസ് പെയറിൻ്റെ മുകളിൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആണി പോലെയാണ് അടിച്ചിരിക്കുന്നത്. നമ്മുടെ DNA ഇങ്ങനെ കോയിൽ ചെയ്തല്ലേ ഇരിക്കുന്നതാണ്. സോ ഒരു ബേസ് പെയറിൻ്റെ മുകളിൽ അടുത്ത ബേസ് പെയർ എന്ന് പറയുന്നത് ഒരുമാതിരി സ്റ്റാക്ക് ചെയ്ത് പർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്താണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ ബോണ്ട് അല്ലാതെ ഇവർക്കൊരു അഡീഷണൽ സ്റ്റെബിലിറ്റി ഇവർ കൊടുക്കുന്നു. സോ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ് ഈ ഡബിൾ ഹെലിക്സിനെ DNA ടേൺ ചെയ്യാൻ സഹായിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. പിന്നെ അഡിനിൻ്റെയും തൈമിൻ്റെ ഇടയിൽ എപ്പോഴും 2 ഹൈഡ്രജൻ ബോണ്ടാണ് കാണപ്പെടുന്നത്, അല്ലാതെ ഡബിൾ ബോണ്ടെന്ന് ആരും വിചാരിക്കില്ല. 2 ഹൈഡ്രജൻ ബോണ്ട്. ഗോനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ടാണ് കാണപ്പെടുന്നത്, അല്ലാതെ ട്രിപ്പിൾ ബോണ്ട് അല്ല. അടുത്തപ്പം ഇത് ഇത്രയേ ഉള്ളൂ DNA പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെ ഉണ്ട്, DNAയുടെ പല ലെങ്തിൻ്റെ പോയിന്റ്. സോ അതും കൂടെ നമുക്കൊന്ന് പറയാം. അത് ചോദിച്ചിട്ടുണ്ട് ഈ റിപ്പീറ്റേഴ്സിനൊക്കെ എൻട്രൻസിനൊക്കെ അവിടെ കോച്ചിങ് സെൻറ്ററിലൊക്കെ ചോദിച്ചിട്ട് കാണും. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് പോകാം. സോ അതെന്താണ് പറയണതെന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയ ഫേജ് ഉണ്ട്, 5x174 ഫേജ് എന്നാണ്. 5x174 ഫേജ് എന്നാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. സോ ഒരു DNA മോളിക്യൂളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിൻ്റെ പെയറിനെ അല്ലെങ്കിൽ ബേസ് പെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു DNA മോളിക്യൂളിൻ്റെ ലെങ്ത്. നമ്മൾ ഇത് വെച്ചിട്ടാണ് DNA മോളിക്യൂളിൻ്റെ ലെങ്ത് പറയുന്നത്. സോ ഒരു 5x174 ഫേജ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഫേജ് ഉണ്ട്. സോ അതിന് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 538 ന്യൂക്ലിയോടൈഡാണ്. കാരണം ഇത് എന്ന് പറയുന്നത് എന്താണ്, DNA സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അപ്പോൾ ഒരു സ്റ്റാൻഡ് ആണല്ലോ, അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് മാത്രമാണല്ലോ. സോ ചിലർക്ക് കൺഫ്യൂഷൻ വരാം. ഇപ്പം നമ്മൾ 2 സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത് ഒരു സ്റ്റാൻഡിൻ്റെ ഇത് ഒരു സ്റ്റാൻഡ് എന്ന് വിചാരിച്ചോ, സ്റ്റാൻഡല്ല ബേസ് എന്ന് വിചാരിച്ചോ, നൈട്രോജനസ് ബേസ് ആണെന്ന് വിചാരിച്ചോ, ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഇവിടെ എല്ലാം ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും, ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങനെ പോകും. ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. സോ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇത് അടുത്ത ന്യൂക്ലിയോടൈഡ്, ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ അടുത്തടുത്തുള്ള ന്യൂക്ലിയോടൈഡ് ബോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ന്യൂക്ലിയോടൈഡ് ഒരുമിച്ച് ചേരുന്ന ഒരു ബോണ്ടിൻ്റെ സഹായത്തോടെയാണ് അതിനെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 3' to 5' ആണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ബാക്ടീരിയ പേജാണ് ലാംഡ പേജ് എന്ന് പറയുന്നത്. അതിന് ഇത്രയും ബേസ് പെയറാണ് അതിനുള്ളത്. ഇനി അടുത്തൊരാണ് ഈക്കോള എന്ന് പറയുന്നത്. ഈക്കോളയുടെ കേസിലാണെങ്കിൽ 4.6 × 10⁻⁶ ബേസ് പെയറാണുള്ളത്. ഹ്യൂമൻസിൻ്റെ കേസിൽ ഹാപ്ലോയിഡ് കണ്ടന്റ് എടുക്കുന്നത്, അതായത് നമ്മൾ ടോട്ടൽ ക്രോമസോമിലുള്ള DNA എടുക്കുന്നില്ല, ഹാപ്ലോയിഡ് കണ്ടന്റ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് കണ്ടില്ല DNA മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിൽ 3.3 × 10⁻⁹ ബേസ് പെയർ ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഡിപ്ലോയിഡിൻ്റെ കേസ് എടുക്കുമ്പോൾ 6.6 × 10⁻⁹ ബേസ് പെയർ ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് അടുത്തൊരു പോയിന്റ് പറയാനുള്ളത് നമ്മുടെ ക്രിക്ക് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ക്രിക്ക്. സോ വാട്സനാണ് ക്രിക്ക് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജിയാണ്. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. സോ ഇത് പറയുന്നതെന്ന് വെച്ചാൽ DNA എന്ന് RNA ഫോം ചെയ്യും. ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത് DNA എന്ന് RNA എന്ന് പ്രോട്ടീനിലോട്ടാണ് പോകുന്നത്. DNA എന്ന് RNA ഫോം ചെയ്യും, RNA എന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞത്. RNA എന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ DNA എന്ന് RNA യോടാണ് പ്രോസസ്സിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്.
ട്രാൻസ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്നത്. ഈ RNA എന്ന് പറയുന്നത് mRNA ആണ്. ഇനി RNA എന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ചില വൈറസിലാണെങ്കിൽ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് DNA എന്നല്ല RNA ഫോം ചെയ്യുന്നത്, RNA എന്നാണ് DNA ഫോം ചെയ്യുന്നത്. ഇത് നമുക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്താണ് റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ എന്നറിയാം, റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ എന്നറിയപ്പെടാം. സോ ഇതിന് വേണ്ടി ഒരു എൻസൈം ആണ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്നാണ് ആ എൻസൈമിൻ്റെ പേരെന്ന് പറയുന്നത്. സോ ഈ എൻസൈം ഉള്ളവരെ പറയുന്ന പേരാണ് റിട്രോ വൈറസ് എന്നറിയപ്പെടുന്നത്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ HIV വൈറസ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ റൗ സാർക്കോമ വൈറസ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്ക് ഒന്ന് ഓർട്ടിച്ച് പറയാം. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയോസോമിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് DNA ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ട്. സോ ഇതിൽ 8 ഹിസ്റ്റോൺ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. 8 ഹിസ്റ്റോൺസ് ടോട്ടലി ഉണ്ട്. ഓക്കെ, 8 ഹിസ്റ്റോൺസ് ഉണ്ട്. സോ ഇതിൽ DNA ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു വാർപ്പോ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്, അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, അതിനാണ് H1 ഹിസ്റ്റോൺ അല്ലെങ്കിൽ ഹിസ്റ്റോൺ അല്ലെങ്കിൽ ലിങ്കർ ക്യാപ്പ് അല്ലെങ്കിൽ ലിങ്കർ DNA എന്നൊക്കെ അറിയപ്പെടും. സോ ഇതിനെ റാപ്പ് ഓവർ ചെയ്യണേൽ 200 ബേസ് പെയറാണ് ഈ റാപ്പ് ഓവർ ചെയ്യണേൽ വരുന്നത്. പിന്നെ ഹിസ്റ്റോ പ്രോട്ടീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഹിസ്റ്റോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓക്കെ, പോസിറ്റീവ്ലി ചാർജ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബേസിക് ആണ്. കാരണം DNA എന്ന് പറയുന്നത് DNA എന്ന് പറയുന്ന അസിഡിക് സബ്സ്റ്റൻസ് ആണ്, നെഗറ്റീവ്ലി ചാർജ് ആണ്. സോ അതിന് ഒരു സ്ഥലത്ത് ഇരിക്കുമെങ്കിൽ ഇതെന്ന് പറയുന്നത് റാപ്പ് ഓവർ ചെയ്യുന്നത് പോസിറ്റീവ് ചാർജാണ്, ഹിസ്റ്റോൺ പ്രോട്ടീൻ ചുറ്റാകുകയാണ്. പിന്നെ അത് ബേസിക് ആണ്. അപ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടാൻ കാരണം ഇതിൻ്റെ അകത്തുള്ള 2 അമിനോ ആസിഡ് ആർജിനിനും അതുപോലെ തന്നെ ലൈസിൻ, ഇതുപോലെ 2 അമിനോ ആസിഡിൽ അവർക്ക് പോസിറ്റീവ് സൈഡ് ചെയ്യാനുള്ള 2 അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ് ആയിട്ടുള്ള ആർജിനും ലൈസിനും റിച്ച് ആണ് ഈ ഒരു ഹിസ്റ്റോ പ്രോട്ടീനിൽ. സോ അതാണ് അങ്ങനെ അവർക്ക് ഒരു ഇത് കൊടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രോമാറ്റിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയോസോമാണ് ഇതിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് ബീഡ്സ് ഓൺ എ സ്ട്രിങ് മാനറിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി അടുത്തത് പറയാം. ഇനി എന്താണ് നമ്മുടെ ഹെട്രോക്രോമാറ്റിൻ, യൂക്രോമാറ്റിൻ എന്ന് പറയാം. ഓക്കെ, സോ ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഹെറ്ററോക്രോമാറ്റിനുണ്ട്, യൂക്രോമാറ്റിനുണ്ട്. സോ ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് അവർ ഇന്നാക്റ്റീവ് ആണ്, ട്രാൻസ്ക്രിപ്ഷനിൽ ഇന്നാക്റ്റീവ് ആണ് ഇവരെന്ന് പറയുന്നത്. പിന്നെ ഇവർ ഡീപ്ലി സ്റ്റെയിൻ ചെയ്യുന്ന ഒരു ക്രോമസോമിൻ്റെ പാർട്ടാണ്. അതുപോലെ തന്നെ ഇവരെന്ന് പറയുന്നത് ഇവർ കോമ്പാക്ട്ലി പാക്ഡ് ആണ് അല്ലെങ്കിൽ ഡെൻസ്ലി പാക്ഡ് ആണെന്ന് പറയാം. ഇവർ ഡെൻസ്ലി പാക്ഡ് ആണ്. ഇനി നമ്മൾ യൂക്രോമാറ്റിൻ എന്ന് പറയുന്നുണ്ട്. യൂക്രോമാറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവ് ആണ്, ലൈറ്റ് സ്റ്റെയിൻ ആണ്, ലൂസ്ലി പാക്ഡ് ആണ്. ഇനി നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കുറച്ച് സയൻറ്റിസ്റ്റുകാർ. അങ്ങനെ ആദ്യം ഗ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരാൾ ഗ്രിഫ്റ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. സോ ഗ്രിഫ്റ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു. ഇത് ഏകദേശം 1928 എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. സോ ഇദ്ദേഹം ന്യൂമോണിയ കലർത്തുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നാണ് ആ ബാക്ടീരിയ പേര്. സോ ഈ ബാക്ടീരിയയിലാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടായിരുന്നു. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നുള്ള ബാക്ടീരിയ ഉണ്ടായിരുന്നു. ആ ഒരു ബാക്ടീരിയയിലാണ് ഇദ്ദേഹം സ്റ്റഡീസ് നടത്തിയത്. സോ ഇദ്ദേഹത്തിന് ഈ ബാക്ടീരിയയിലെ ഫിസിക്കൽ ഫോമിൽ തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ കഴിഞ്ഞു. സോ ഇദ്ദേഹം ഈ ബാക്ടീരിയനെ കൾച്ചർ ചെയ്തപ്പോൾ 2 കോളനിയാണ് കിട്ടിയത്, എസ് കോളനിയും അതുപോലെ തന്നെ ആർ കോളനിയും. ഇതിന് സ്മൂത്ത് ഷൈനി ആയിട്ടുള്ള കോളനിയാണ് എസ് കോളനി എന്ന് പറയുന്നത്. അവർക്ക് പോളിസാക്രൈഡ് അല്ലെങ്കിൽ മ്യൂക്കസ് കോട്ട് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. പിന്നെ ആർ കോളനി എന്ന് പറയുന്നത് അവർക്ക് പോളിസാക്രൈഡ് കോട്ട് അല്ലെങ്കിൽ മ്യൂക്കസ് കോട്ട് എന്ന് പറയുന്ന ആബ്സെൻ്റ് ആയിരുന്നു. ഇവരെന്ന് പറയുന്നത് വെറുലൻ്റ് ആയിരുന്നു, ഇവർ വെറുലൻ്റ് അല്ലായിരുന്നു. ഓക്കെ, സോ ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു മൈസിലോട്ട് ഞാൻ ഇഞ്ചെക്ട് ചെയ്താൽ ആ മൈസിന് ന്യൂമോണിയ വന്ന് ചത്തുപോകും. ഇനി ഞാൻ ആർ സ്ട്രെയിനുള്ള ബാക്ടീരിയയാണ് ഞാൻ മൈസിൽ ഇഞ്ചെക്ട് ചെയ്യണമെങ്കിൽ മൈസ് എന്ന് പറയുന്നത് മരിക്കില്ല. ഇതെന്ന് പറയുന്നതാണ് മൈസിന് ന്യൂമോണിയ വരും, ഇവിടെ ന്യൂമോണിയ എന്ന് പറയുന്നത് വരില്ല, ഇവിടെ ന്യൂമോണിയ വരും. ഇനി ഞാൻ ഈ ഹീറ്റ് കിൽഡ് ഈ ഒരു എസ് സ്ട്രെയിൻഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഞാൻ ഹീറ്റ് കിൽഡ് ചെയ്യാണ്.
ഞാൻ അതിനെ ചൂടാക്കി നശിപ്പിക്കുകയാണ്. ഞാനപ്പോൾ എനിക്ക് ഹീറ്റ് കില്ല് ചെയ്തപ്പോൾ എന്ത് കിട്ടി, എനിക്കത് ചത്തുപോയി. സോ ഞാൻ അതിനെന്താണ് ഹീറ്റ് കിൽഡായിട്ടുള്ള എസ്ട്രൈനെ ഞാൻ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ, മൈസിൽ ഞാൻ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, അവർക്ക് ന്യൂമോണിയ വന്നില്ല. ഇനി ഞാൻ അടുത്ത ചെയ്തതെന്ന് വെച്ചാൽ ഹീറ്റ് കിൽഡായിട്ടുള്ള എസ്ട്രെയിനുള്ള ബാക്ടീരിയനെയും അതുപോലെ തന്നെ ഞാൻ എന്താണ് ആ സ്ട്രെയിനെയും വെച്ചിട്ട് മൈസിൽ ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ ഞാനല്ല, അങ്ങേര് ആര് ഗ്രിഫ്റ്റ്. സോ അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ മൈസിന് ന്യൂമോണിയ ഒന്ന് ചത്തുപോയി. സോ എന്തോ ഒന്ന് ഹീറ്റ് കിൽഡായിട്ടുള്ള എസ് ബാക്ടീരിയയിൽ നിന്ന് ആർ ബാക്ടീരിയയിലോട്ട് പോയിട്ട് അതിനെ പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് അതിനെ വിറലിലാക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയത് എന്തായിരിക്കാം, ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ബയോകെമിക്കൽ നേച്ചർ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. ഇതാണ് ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇനി അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വേറെ ആൾക്കാരാണ്, അത് പറയാം. ഇനി അടുത്തതെന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരാണ്, ഒവറി, മക്ലിയോഡ്, അതുപോലെ തന്നെ മെക്കാർട്ടെ. സോ ഇവരെന്ന് പറയുന്നത് 1933 തൊട്ട് 1944 വരെ ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഗ്രിഫ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ആ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിളില്ല, അതിൻ്റെ ബയോകെമിക്കൽ നേച്ചർ കണ്ടുപിടിക്കാനാണ് അവർ നടന്നത്. സോ അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവർ ഹീറ്റ് കിൽഡായിട്ടുള്ള എസിനെ എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് 3 സാധനങ്ങൾ അവർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. DNA എടുത്തു, RNA എടുത്തു, പ്രോട്ടീനും എടുത്തു. എന്നിട്ട് ഇവിടെ മൈസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇതിൽ കുഞ്ഞാണെന്ന് വിചാരിച്ചോ. എന്നിട്ട് അതിനെ ആദ്യം ഞാൻ RNA മാത്രം ഇഞ്ചെക്ട് ചെയ്തു. സോ RNA ഇഞ്ചെക്ട് ചെയ്തപ്പോൾ എന്താണ്, RNA ഇഞ്ചെക്ട് ചെയ്തപ്പം അതിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചില്ല. പിന്നെ ഞാൻ പ്രോട്ടീൻ മാത്രം ഇഞ്ചെക്ട് ചെയ്തു, ട്രാൻസ്ഫോർമേഷൻ വന്നില്ല. ഞാൻ എന്താണ് അടുത്തതെന്ന് പറയുന്നത്, ഞാൻ ഞാൻ അടുത്ത് എന്ത് ചെയ്തു, ഇവിടെ മൈസിലല്ല ഇഞ്ചെക്ട് ചെയ്യാനുള്ള, തെറ്റിപ്പോയി. സോ നമുക്കിവിടെ ഇഞ്ചെക്ട് ചെയ്യാനുള്ള ആരില്ലെന്ന് വെച്ചാൽ നമ്മുടെ ഇതിപ്പോൾ നമ്മൾ ഹീറ്റ് കിൽഡ് എസ് അല്ലേ. സോ നമ്മൾ എന്താണ് അതിനെ ഏതാണ് ഈ പറഞ്ഞ സബ്സ്റ്റൻസിൽ ഏതാണ് അതിനെ ഒരു വിറലൻ്റാക്കി മാറ്റുന്നതെന്ന് നോക്കി. സോ നമ്മൾ 6 നോക്കിയപ്പോഴും വിറലൻ്റ് ആവുന്നില്ല, പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴും വിറലൻ്റ് ആവില്ല, പക്ഷേ DNA മാത്രമാണ് വിറലൻ്റ് ആക്കുന്നത്. സോ നമുക്കത് എങ്ങനെയാണ് അത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവർ DNA RNase എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചു, അതുപോലെ തന്നെ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചു. പ്രോട്ടീസ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ്, RNase എന്ന് വെച്ചാൽ RNA ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. സോ ഇവർ രണ്ടും ഉപയോഗിച്ചപ്പോഴാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റവും സംഭവിച്ചില്ല. പക്ഷേ DNase ഉപയോഗിച്ചപ്പോൾ DNA ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല, DNA നശിച്ചു പോയില്ലേ. അപ്പം DNA എന്ന് പറയുന്നത് നശിച്ചു പോയി. സോ DNA നശിച്ചു പോയെങ്കിൽ പിന്നെ എന്താണ്, ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. മറ്റേതിലെന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ നടന്ന് ഇതിൽ ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. ഇതാണ് അവർ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അത്ര ആരും കൺവിൻസ്ഡ് ഒന്നും അല്ലായിരുന്നു, ആരും അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല. ഇനി അടുത്തത് നമ്മുടെ ആരാണ്, അൺഇക്വിവക്കൽ പ്രൂഫ് ദാറ്റ് DNA ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹർഷ ആൻഡ് ചേസ് എക്സ്പെരിമെൻ്റ് വഴിയാണ് വന്നത്. അവർ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് 1952 എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. സോ ഹർഷ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ഒരു ബാക്ടീരിയ എന്ന് വിചാരിച്ചു. ബാക്ടീരിയനെ അഫക്റ്റ് ചെയ്യുന്ന വൈറസിനെയാണ് നമ്മൾ എന്താണെന്ന് അറിയപ്പെടുന്നത്, ബാക്ടീരിയോഫേജസ് എന്നറിയപ്പെടുന്നത്. ബാക്ടീരിയനെ അഫക്റ്റ് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജ് എന്നറിയപ്പെടുന്നത്. സോ ഒരു T2 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയോഫേജിനെ ഉപയോഗിച്ചത്. സോ ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ബാക്ടീരിയ വന്ന് വൈറസിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ എന്ന് പറയുന്ന വൈറസ് എന്ന് പറയുന്ന അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയയിലോട്ട് കൊടുക്കും. സോ ബാക്ടീരിയ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ സ്വന്തം ജനറ്റിക് മെറ്റീരിയലാണെന്ന് കരുതിയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഫോം ചെയ്യും, വൈറസ് പാർട്ടിക്കിൾ വൈറൽ ജനറ്റിക് മെറ്റീരിയൽ ഫോം ചെയ്യും, അവസാനം കുറേ വൈറസ് ഫോം ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. സോ ഇപ്പോൾ എക്സ്പെരിമെൻറ്റിൽ എന്താണ് ഈ വൈറസിൽ നിന്ന് ബാക്ടീരിയയിലോട്ട് എൻ്റർ ചെയ്യുന്നത്, DNA ആണോ പ്രോട്ടീൻ ആണോ എന്നാണ് ഇവരുടെ എക്സ്പെരിമെൻ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഹർഷ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻ്റ് എന്നറിയപ്പെടുന്നു. ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻ്റ് എന്നറിയപ്പെടുന്നു. സോ ഇതിൽ ആദ്യം ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ബാക്ടീരിയ പേജിനെ
ഫോസ്ഫറസ് P32 റേഡിയേറ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിൽ ഒരുപാട് ജനറേഷൻസ് വളർത്തി. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഏതൊക്കെ ഈ ഒരു ബാക്ടീരിയയിൽ ഈ അവരുടെ DNA ഈ ഫോസ്ഫറസ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരുടെ എന്താണ് അവരുടെ DNA റേഡിയോ ആക്റ്റീവും, പക്ഷേ അവരുടെ പ്രോട്ടീനിൽ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തില്ല. കാരണം പ്രോട്ടീനിൽ എന്താണ് ഫോസ്ഫറസ് ഇല്ല. അപ്പം ഇവരുടെ DNA റേഡിയോ ആക്റ്റീവ് ആയിരുന്നു, അവരുടെ പ്രോട്ടീൻ എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് അല്ല, പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവ് അല്ല. ഇനി അടുത്തൊരു ബാക്ടീരിയ തന്നെ സൾഫർ 35 റേഡിയേറ്റീവ് സൾഫർ 35 ഞാൻ വെച്ച് വളർത്തി. അപ്പോൾ അതിന് DNA നോക്കിയപ്പം DNA റേഡിയോ ആക്റ്റീവ് അല്ല. അവരുടെ പ്രോട്ടീൻ ഞാൻ നോക്കിയപ്പം റേഡിയോ ആക്റ്റീവ് ആണ്. സോ എന്താണ് റേഡിയോ ആക്റ്റീവ് ആണ്. സോ പ്രോട്ടീനിലാണെങ്കിൽ എന്താണ് സൾഫർ എന്ന് പറയുന്നത് പ്രോട്ടീനിൽ പ്രസൻ്റ് ആണ്. സോ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡിൻ്റെ 2 എക്സാമ്പിളാണ് സിസ്റ്റീനും മെത്തിയോണും. സിസ്റ്റീനും മെത്തിയോണിനും 2 എക്സാമ്പിളാണ്. പിന്നെ പറയുകയാണെങ്കിൽ DNA സൾഫർ ഇല്ല, അതുകൊണ്ട് തന്നെ റേഡിയോ ആക്റ്റീവ് അല്ല. അപ്പം ഇവരെന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് ചെയ്ത മൂന്ന് എന്താണ് പ്രോസസ്സിലൂടെയാണ്. ഇൻഫെക്ഷൻ ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. സോ ഇൻഫെക്ഷനിൽ ആദ്യം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു വൈറസിനെ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി അനുവദിച്ചു. ഇപ്പോൾ ഇൻഫെക്ഷൻ നടന്നപ്പോൾ അവരുടെ ജെൻറ്റിമെറ്റിൽ എൻ്റർ ചെയ്തു, അത് നമുക്കറിയില്ല. എന്നിട്ട് ബ്ലെൻഡിങ് നടത്തിയിട്ട് നമ്മൾ ആ വൈറസിൻ്റെ പാർട്ടിക്കിളിനെയും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും പരസ്പരം സെപ്പറേറ്റ് ചെയ്തു. വൈറസിൻ്റെ പാർട്ടിക്കിളിനെ ബാക്ടീരിയ സർഫസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ സെൻട്രിഫ്യൂഗേഷൻ എടുത്തിട്ട് രണ്ടിനെ ഞാൻ 2 സെക്ഷനിലോട്ടാക്കി. ഓക്കെ, രണ്ടിനെ 2 സെക്ഷനിലോട്ട് ഞാൻ മാറ്റി ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നോക്കിയപ്പോൾ ഏതിനാണോ ഞാൻ റേഡിയേറ്റീവ് ഫോസ്ഫറസ് കൊണ്ട് ഇൻഫെക്റ്റ് ചെയ്തത് ആ ബാക്ടീരിയ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. കാരണം DNA എൻ്റർ ചെയ്യുന്നത് മനസ്സിലായി. ഇനി ഞാൻ സൾഫർ 35 വെച്ചിട്ട് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയനെ നോക്കിയപ്പോൾ അവരുടെ ആ ബാക്ടീരിയ റേഡിയോ ആക്റ്റീവ് അല്ലായിരുന്നു. കാരണം DNA എൻ്റർ ചെയ്തില്ല. DNA എൻ്റർ ചെയ്തു, പക്ഷേ അത് റേഡിയോ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അത് കാണിച്ചില്ല. കാരണം അവരുടെ പ്രോട്ടീനാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ആക്കി വെച്ചത്. അങ്ങനെ അതവർ പ്രൂവ് ചെയ്തു. DNA ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്ന് അൺഇക്വിവോക്കൽ പ്രൂവ് ദാറ്റ് DNA ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ജനറ്റിക് മെറ്റീരിയൽ ആവാൻ വേണ്ടി നമ്മൾ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആവാൻ വേണ്ടി നമ്മൾ 4 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, എന്നാലേ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആവാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. സോ ഡിഗ്രിക്കൊക്കെ 3 വർഷമാണ് പഠിക്കാനുള്ളത്. സോ ഓരോ വർഷം 2 സെമ്മാണുള്ളത്. ടോട്ടൽ എത്ര സെം ഉണ്ട്? 6 സെം. സോ 6 നിങ്ങൾ 6 വരെ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ ആയിട്ടുള്ള 6 ഉപയോഗിക്കണം. 6 സെം. ഇത് ഇത്രയും പഠിച്ചാൽ നിങ്ങൾ ആ 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ R മീൻസ് റെപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ, അതായത് ജനറ്റിക് മെറ്റീരിയലിന് റെപ്ലിക്കേഷനുള്ള കഴിവുണ്ട്. DNA-ക്കും അതുപോലെ തന്നെ RNA-ക്കും ജനറ്റിക് റെപ്ലിക്കേഷനുള്ള കഴിവുണ്ട്. സോ അവരുടെ ജനറ്റിക് മെറ്റീരിയലാണ്. പക്ഷേ പണ്ട് കാലത്ത് വിചാരിച്ചതെന്ന് വെച്ചാൽ പ്രോട്ടീനാണ് ജനറ്റിക് മെറ്റീരിയലാണ് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ പ്രോട്ടീൻ റെപ്ലിക്കേഷനുള്ള കഴിവില്ല, അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ അല്ല. പിന്നെ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി, അവർ കെമിക്കലിയും അതുപോലെ തന്നെ സ്ട്രക്ചറലിയും സ്റ്റേബിൾ ആയിരിക്കണം. പിന്നെ ഇവരെന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈഫ് സൈക്കിളിലെ പല സ്റ്റേജിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏജ് മാറുന്നതനുസരിച്ചോ ഓർഗനിസത്തിൻ്റെ ഫിസിയോളജി മാറുന്നതനുസരിച്ചോ അവരുടെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ എന്താണ് കെമിക്കലിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ ഒന്നും ചേഞ്ച് വരാൻ പാടില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് എക്സ്പ്രസിബിലിറ്റി, അത് മെൻ്റലും ക്യാരക്ടേഴ്സും എല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. ഇനി മ്യൂട്ടബിലിറ്റി, മ്യൂട്ടേഷനുള്ള കഴിവ് വേണം, അതായത് സ്ലോ ചേഞ്ചസിനുള്ള കഴിവ് വേണം. അപ്പോൾ എന്നാൽ മാത്രമേ എവല്യൂഷന് അത് ബെറ്റർ ആയിരിക്കുള്ളൂ. എവല്യൂഷൻ നടക്കണമെങ്കിൽ മ്യൂട്ടേഷൻ വേണം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് DNA ആണ് RNA ആണ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഏറ്റവും മോസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് എന്താണ്? DNA ആണ്. DNA ആണ് എന്താ പറയുന്നത് മോർ സ്റ്റേബിൾ എന്നറിയപ്പെടുന്ന DNA ആണ്. ഇവരെന്ന് പറയുന്നത് റിയാക്റ്റീവ് ആണ്, ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് DNA ആണ്. ഇത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് RNA ആണ്. ഇനി RNA വേൾഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. സോ RNA വേൾഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരാളാണ് കൊണ്ടുവന്നത്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ RNA ആണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. RNA ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. ഈ RNAക്ക് കെമിക്കൽ മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടാണ് DNA ഉണ്ടായത്, കുറച്ച് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തത്. അപ്പോൾ കുറേ ബയോളജിക്കൽ പ്രോസസ്സ് ലൈക്ക് സ്പ്ലൈസിങ് ഒക്കെ RNA എൻസൈംസ് ആണ് കാറ്റലൈസ് ചെയ്യുന്നത്. ഉദാഹരണം റൈബോസൈമാണ്. അപ്പോൾ റൈബോസൈം കണ്ടുപിടിച്ചത് ആൽട്ട്മാനും അതുപോലെ തന്നെ
തോമസ് ഷെഷും കൂടെ ചേർന്നിട്ടാണ് കണ്ടുപിടിച്ചത്. സോ ഇത് ടെട്രാഹൈമീന തെർമോഫിലിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി റിപ്ലിക്കേഷൻ. സോ റിപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വാട്സണും ക്രിക്കോണും കൊണ്ടുവന്നത്. സോ ഇത് പറയുന്നത് ഇതാണ് നമ്മളൊരു DNA എന്ന് വിചാരിച്ചോ. DNA 2 സ്റ്റാൻഡാണ്. അപ്പം ആദ്യം എന്ന് പറയുന്നത് ഇവരിങ്ങനെ ഇരിക്കുകയാണ്, ഇവരുടെ ഇത് ബേസ് പെയറാണെന്ന് വിചാരിച്ചോ. സോ റിപ്ലിക്കേഷൻ ടൈമിലാണെങ്കിൽ ഈ രണ്ടും ഇവരിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് മാറും. എന്നിട്ട് ഓരോ സ്റ്റാൻഡ് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ DNA ന്യൂ സ്റ്റാൻഡ്, കോംപ്ലിമെൻ്ററി സ്റ്റാൻഡിൻ്റെ സിന്തസിസിന്. ഇപ്പം ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാകുന്ന സ്റ്റാൻഡ് ഇതാണെന്ന് ചുമ്മാ വിചാരിച്ചു. സോ ഇതും ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാകുന്ന സ്റ്റാൻഡാണ്. സോ ഒരു ന്യൂ DNA മോളിക്യൂൾ ഉണ്ടായിരുന്നു. സോ ഉണ്ടാകുന്ന DNA മോളിക്യൂൾ രണ്ടും ഐഡൻറ്റിക്കലാണ്. പിന്നെ ഇതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഓൾഡും ആണ്, ഒരെണ്ണം എന്ന് പറയുന്നത് ന്യൂ ആണ്. ഇതിൽ ഒരെണ്ണം ഇത് ന്യൂ ആണ്, ഇത് ഓൾഡും ആണ്. അപ്പം എന്താണ് സെമി കൺസർവ് ചെയ്യണം, അതായത് പകുതി കൺസർവ് ചെയ്യണം, ഓൾഡിൻ്റെ പകുതി കൺസർവ് ചെയ്യണം. സോ സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ എന്ന് കണ്ടുപിടിച്ചത് വാട്സണും ക്രിക്കും കൂടി ചേർന്നിട്ടാണ് കണ്ടുപിടിച്ചത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതിൽ നമ്മൾ മറ്റു പോയിന്റ് ജനറ്റിക് കോഡ്, അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു സെക്ഷനിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.